ചെയ്ത വെട്ടുകത്തികളാണ് അല്ലേ? ഇത് മരക്കത്തികൾ. ഇത് കൊമ്പുകൾ ഓരോന്ന് വെട്ടി മുറിച്ചിട്ട് മൂട്ടി നരങ്ങാൻ വെട്ടുകത്തി. ഇത് നല്ല മുറിക്കാനുള്ള വെട്ടുകത്തി. എന്ത് മരങ്ങൾ മുറിക്കാനുള്ള. അതിന് തുപ്പൊക്കെ വെയിറ്റ് ആവുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ കൊണ്ടിട്ടേക്കിനെ. ഭയങ്കര വെയിറ്റ് ആണ് സാധനം കേട്ടോ. ഇത് ഡംബിൾസ് അടിക്കാനായിട്ട് ഇത് 10 പ്രാവശ്യം പൊക്കിയാൽ മതി. നമ്മളങ്ങനെ കാഞ്ഞിരംകുളത്തിൻ്റെ സൈഡിലൂടെ വന്നപ്പോഴേ പഴയ ഒരു സംഭവം കണ്ടു. അതിപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആല. പിന്നെ കൊല്ലൻ്റെ ആല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല? നമ്മുടെ ഈ കൊല്ലപ്പണി ചെയ്യുക, ഈ ഇരുമ്പിൽ പണി ചെയ്ത് വെട്ടുകത്തി, അങ്ങനെ ആയുധങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല സംഭവങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, പണ്ട് മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴും ഏകദേശം അത് മാനുവലൊക്കെ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ആ ഒരു ആല ഞാൻ കണ്ടു. അപ്പോൾ അവിടെ ഒരു പഴയ ചേട്ടനും ഇരിക്കുന്നു. നമസ്കാരം ചേട്ടാ, രാവിലെ പണിയിലാണോ? എന്താണ് പേരെന്താ? വാസു. പണ്ട് മുതലേ ഇത് തന്നെ ആല തന്നെ? ചെറുപ്പത്തിലെ മുതല്? ചെറുപ്പം മുതലേ ആല തന്നെ? ആല തന്നെ. ഈ പിന്നെ ഇത് വേണമെങ്കിൽ ഇപ്പൊ പണിയുണ്ടോ? ഇപ്പൊ എന്ത് പണി? അടിക്കും. ഇനി ഇരുമ്പ് വെച്ച് കാച്ചും. ഇരുമ്പ് വെച്ച് കാച്ചും. ഇത് പണ്ട് മരക്കരിയാണ്. പറക്കാക്കരി ഉണ്ടല്ലോ, പറക്കാവ് പച്ച വെട്ടി ഇരിച്ചാണ് അന്നത്തെ പണി. പറക്കാവിന്റെ കരി അതിങ്ങനെ ഇപ്പൊ ചിരട്ട. ഇതിപ്പോ മോട്ടറൊക്കെ ഉണ്ട്. മുമ്പ് മോട്ടറൊന്നുമില്ല. ഇപ്പൊ എന്തൊക്കെ പണികളുണ്ട്? ഇപ്പൊ എല്ലാ പണിയുണ്ട്. പിന്നെ വടാല്, വെട്ടിയാത്തി, എല്ലാ പണിയും ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ചെയ്തൊന്നുമില്ല. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന എന്താണ്? ഇനി വീട്ടാവശ്യത്തിൽ ഒരു വെട്ടുത്തിരിക്കുന്നു. കുറവൊന്നുമല്ല, കുറച്ച് പണിയുണ്ട്. ഇതിന് നമ്മള് ഈ ഇരുമ്പ് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ചാലയിൽ നിന്ന് എടുക്കും. ചാലയിൽ നിന്ന് ഇരുമ്പായിട്ട് കിട്ടും. ചാലയിൽ നിന്ന് ഇവിടെ ഈ ആക്രിക്കടകളിൽ അവിടെ നിന്നൊക്കെ ഇരുമ്പ് കിട്ടും. അപ്പൊ അത് നമ്മള് ഇവിടെ കൊണ്ടുവന്ന് ഉരുക്കി നമുക്ക് വണ്ടിയിലെ പ്ലേറ്റൊക്കെ ചാലയിൽ നിന്നൊക്കെ കിട്ടും. ഈ പ്ലേറ്റൊക്കെ ചാലയിൽ നിന്ന് നമ്മൾ പറക്കാണ്. ഇത് മറ്റേ വണ്ടിയുടെ പ്ലേറ്റ്. അത് ഒറിജിനൽ ഇരുമ്പാണല്ലേ? ഇരുമ്പല്ല, ഉരുക്കാണ്, സ്റ്റീലാണ്. അപ്പൊ ഈ സാധനമാണ് നമ്മള് വെട്ടത്തിയും കോടയിലേക്കായിട്ട് മാറ്റുന്നത്. അടിച്ച് മാറ്റണത്. ഒരു വെട്ടത്തിയൊക്കെ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? ഒരു വെട്ടത്തി ഉണ്ടാക്കി ഈ സാധനത്തിൽ നിന്ന് ഒരു വെട്ടത്തി ആക്കി എടുക്കാൻ ഒരു വെട്ടത്തി 2 ദിവസം വേണം. ഒരു വെട്ടത്തിക്ക് 2 ദിവസം വേണം. 2 ദിവസം വേണം. 2 ദിവസം ഇരുന്ന് പണിഞ്ഞാലാണ് ഒരു വെട്ടത്തി ആക്കി കിട്ടുന്നത്. ശരി. അത് എന്നിട്ട് ആ വെട്ടത്തി വിറ്റാൽ എത്ര കിട്ടും? ആ വെട്ടത്തി വിറ്റാൽ എന്ത് കിട്ടും? ആ വെട്ടത്തി 2000-2500 കിട്ടും. അത്രയും വില ഉണ്ട് വെട്ടത്തി. ശരിയാണ്. ഇപ്പൊ നമ്മളിതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല. വെട്ടത്തിയോ ചെയ്ത എളുപ്പമുണ്ട്. എന്നാ എടുത്തോണ്ടോ? ചെയ്ത വെട്ടുകത്തികളാണ് അല്ലേ? ഇത് മരക്കത്തികൾ. ഇത് കൊമ്പുകൾ ഓരോന്ന് വെട്ടി മുറിച്ചിട്ട് മൂട്ടി നരങ്ങാൻ. ഇത് നല്ല മുറിക്കാനുള്ള വെട്ടുകത്തി. മരങ്ങൾ മുറിക്കാനുള്ള. അതിന് തുപ്പൊക്കെ വെയിറ്റ് ആവുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ കൊണ്ടിട്ടേക്കിനെ. ഭയങ്കര വെയിറ്റ് ആണ് സാധനം കേട്ടോ. ഇത് ഡംബിൾസ് അടിക്കാനായിട്ട് ഇത് 10 പ്രാവശ്യം പൊക്കിയാൽ മതി. ഈ ഷേപ്പൊക്കെ ഇങ്ങനെ കൃത്യമാക്കി എടുക്കും നമ്മൾ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കും. ഇത് എത്രാമത്തെ വയസ്സിൽ തുടങ്ങി ഈ പരിപാടി ചേട്ടൻ? അയ്യോ, ഞാൻ 7-8 വയസ്സിൽ തന്നെ തുടങ്ങി. 7-8 വയസ്സിൽ തുടങ്ങി. അച്ഛൻ ഇതായിരുന്നു പരിപാടി? ഇല്ല, അച്ഛന് ശേഷം അച്ഛൻ മരിക്ക്. അതിനുശേഷം നമ്മൾ തന്നെ തുടങ്ങി. അപ്പൊ ആ വർഷം ആ നാൾ മുതലുള്ള പണിയാണ്. അപ്പൊ അന്ന് ഇങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല. ആദ്യകാലത്ത് ചെയ്യുമ്പോ എങ്ങനെയാണ്? ആദ്യകാലത്ത് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ അതിനകത്ത് കാറ്റ് വരാനായിട്ട് ഇങ്ങനെ കറക്കോ? കാറ്റ് വരാനുള്ള തിരുത്തി എന്നാണ് എന്റെ പേര്. അതിങ്ങനെ കറക്കുമ്പോ അതിനകത്ത് കാറ്റ് വരും. അങ്ങനെ തീ കത്തും. അതിനകത്ത് വെച്ച് നമ്മൾ ഉരുക്കിയെടുക്കും. എന്നിട്ട് അത് എടുത്ത് ഇവിടെ വെച്ചിട്ട് അടിച്ചു ഉറപ്പിക്കും. ഇത് പണ്ട് മുതലേ നമ്മൾ കണ്ടിട്ടുള്ള മറ്റേ ഈ കാളവണ്ടിയുടെ അതും നമ്മളെ തന്നെ പണി ചെയ്യുന്നുണ്ട്. കാളവണ്ടിയുടെ വണ്ടി അടിച്ചു വരുമ്പോ പട്ട നടുവും, വെടി വലുതാവും. അതിനെ പിന്നെ കാച്ചി വെട്ടി ചെറുതാക്കി
കാച്ചി എടുത്തിടും. അപ്പം ഇപ്പം കാളവണ്ടി പണിയില്ല. ഇപ്പൊ കാളവണ്ടി പണിയൊന്നും ഇപ്പൊ കാളവണ്ടിയേ ഇല്ല. കാളവണ്ടി ഇല്ലല്ലോ. ഇപ്പൊ ഈ അത്യാവശ്യം വെട്ടത്തി കോടാലിയുടെ പണിയാണ്. കോടാലി കൂലിപ്പണിക്കാരുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? വീട്ടാവശ്യത്തിനൊക്കെ ഇതിപ്പം അതിനെ മുറിച്ച് തന്നെ ഇതുവാറാക്കി കൊടുക്കാനുള്ളതാണ്. ഇത് വലുത് സെറ്റ് ചെയ്യാനുണ്ടല്ലേ? ചെറുതാക്കണം. അതാണ് വരച്ചിട്ടേക്ക് ഈ വരച്ചിട്ടിരിക്കുന്ന അത്രയും മുറിച്ച് കളയണം. ഇത് ഇത്രയായിട്ട് ഇനി മുറിച്ച് കളയണം. വെയിറ്റ് കൂടുതലായതുകൊണ്ടും കൂടാണ് അല്ലേ? അത് അപ്പോൾ ഇത് മുറിച്ച് കളയുന്നതിന് ഇതിനകത്തൂടെ ചൂടാക്കി പഴിപ്പിച്ച് തന്നെ വേണം ചെയ്യാൻ. എന്നാലേ പറ്റുള്ളൂ. പിന്നെ അല്ലാതെ കത്തിരി വെച്ച് മുറിക്കാനൊന്നും പറ്റില്ല. കത്തിരിയില്ല, കട്ടറുണ്ട്. പഴിപ്പിച്ചല്ലേ പറ്റുള്ളൂ. എന്നിട്ട് ഇത് അടിച്ച് പദം വരുത്തി ലെവലാക്കി എടുക്കണ്ടേ? പിന്നെ ഇപ്പോഴും അടിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? നമ്മൾ ആരോഗ്യമുണ്ട്, ആരോഗ്യമുള്ളതും പറഞ്ഞ്. കാരണം ഇതിനൊക്കെ ഒരു വശങ്ങളാണ് കേട്ടോ. ഈ പണിയെ ഈ വശങ്ങളാണ്. നമ്മളിപ്പം ഇന്ന് മുഴുക്കെ ചെയ്യുന്ന പണി ചെയ്യുന്ന അതിന്റെ സൗകര്യം പോലെയാണ്. ഇപ്പോഴും രാവിലെ പണി തുടങ്ങും. രാവിലെ പണി തുടങ്ങും. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ഈ തുറപ്പ് എടുത്ത് കൊണ്ട് ഇന്ന് ഒപ്പം താമസിച്ചു പോയി, അല്ലെങ്കിൽ നേരത്തെ തുടങ്ങും. ആരോടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി പിരിയുമ്പോൾ ഇതിന് സമയം നോക്കി പിന്നെ ഇവിടെ അലവുപ്പും പണിയൊക്കെ തുടങ്ങും. ഇപ്പോഴും പണിക്ക് ആളുകൾ വരുന്നുണ്ട്, ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പിന്നെ കന്യാകുമാരിയിൽ ഒരു പെണ്ണിനെ അയച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് അവിടെ ചെന്ന് പറയും, ഇവിടത്തെ പിയാത്തി എന്തിന്, അവിടത്തെ നമ്മളെ പിയാത്തിയാണ്. അപ്പോഴും പറയും, പൊന്നു മക്കളെ ഇനി വരുമ്പോ അങ്ങനെ അങ്ങനെ പിച്ചാത്തിയൊക്കെ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കും? പിച്ചാത്തിയാ പിച്ചാത്തി 75 50 രൂപ വരെ ഉണ്ട്. നമുക്ക് ഇവിടെ സാധനം ചെയ്ത് പിന്നെ ഈ പറഞ്ഞ മരിച്ചിരി പിച്ചാത്തി, മരിച്ചിരി പിച്ചാത്തി 500 രൂപ ഉണ്ട്. ഓ അത് അതുണ്ട്. ശരി 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 ശരി. അപ്പൊ ഇപ്പോഴും എന്തായാലും ഇപ്പൊ എത്ര ഇപ്പൊ 10 വയസ്സ് തുടങ്ങിയ പണി ഇപ്പൊ എത്ര വർഷമായി കാണും? ഇപ്പൊ 85 അതുപോലെ എനിക്ക് ഭാര്യ മരിച്ചിട്ട് എല്ലാം ആയില്ല. ഇപ്പൊ മക്കള് 4 പേരുണ്ട്. 4 ആൺമക്കള്. അവര് ഈ പണിയില്ലല്ലോ. അവര് ഈ പണിയൊന്നും ഈ പണിക്ക് ഇരിക്കൂല അവര് ശരിക്ക്. ഇന്ന് ഈ ഉച്ച വരെ പണി ചെയ്തും വെച്ച് ഉച്ചയാകുമ്പോൾ അങ്ങ് ഉയരെ കയറണം കേട്ടാ. അവിടെ ആകുമ്പോൾ അവിടെ ഇത് അരിക്കും വെച്ച് കണക്കിക്കൊണ്ട് നടക്കും. ഇവിടെ അങ്ങോട്ട് നിരുന്ന ഇതെങ്ങനെയാണ് എന്റെ പരിപാടികളൊന്നും കാണാം. ഇതുപോലെ ഒരു കട്ട വല്ലതും എടുത്തിട്ടാക്കും കേട്ടാ. പെട്ടെന്ന് തീ കളയാതെ ഇത് ആ തീ പിടിച്ച് കിടക്കും. ഈ കനലിലാണ് നമ്മുടെ ജീവിതം. ഈ കനലിനകത്ത് ഇങ്ങനെ പാകപ്പെട്ടു വരുന്ന ജീവിതമാണ്. കഴിഞ്ഞ 80 വർഷത്തോളമായിട്ട് ഈ കനലുമായിട്ടുള്ള മൽപ്പിടുത്തം, കനലും ഇരുമ്പുമായിട്ടുള്ള മൽപ്പിടുത്തം. ഇത് ഈ ഇത്തരം പ്ലേറ്റുകൾ അല്ലേ? ഈ പ്ലേറ്റുകളൊക്കെ ഓരോന്നൊക്കെയായി മാറുന്ന ആള് ഇതായത് വെട്ടുചാത്തിയായിട്ട് മാറും. ഇതാണ് വെട്ടുകത്തിയായിട്ട് മാറുന്ന സാധനം. വെട്ടുചാത്തി നല്ല ഒറിജിനൽ ഉരുക്കാണ് ഇത്. നല്ല വെയിറ്റ് ഉള്ള ഇത് നാളെ വെട്ടുപിച്ചാത്തിയായിട്ട് മാറും. ഇത്രയും സാധനമേ ഉള്ളൂ. വീട്ടിൽ ഇരുന്ന് അരിയുമ്പോഴത്തെ ഇതുപോലെ അറിയുന്നുണ്ടോ പെണ്ണുങ്ങളെ നിങ്ങൾ? ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇതുപോലുള്ള ഓരോ മനുഷ്യരുണ്ടാക്കുന്നതാണ്. അവരുടെ അധ്വാനമാണ്, കാരിരുമ്പിന്റെ കരുത്താണ്. ഈ കൈയൊക്കെ നോക്കട്ടെ, നല്ല മസിലാണ്. ഓ ദൈവമേ, നമുക്കൊന്നും ഇല്ല ഈ സാധനം. ചിരി കാണണമെങ്കിൽ നമ്മൾ 80 വർഷമായിട്ട് ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടാലും നമുക്ക് ചിരിക്ക് കുറവൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് ഈ ഇരുമ്പ് എങ്ങനെ എടുത്ത് വയ്ക്കും? അതും കൂടെ ഒന്ന് വെച്ചാൽ ഇത് എങ്ങനെ എടുത്ത് വയ്ക്കും? അങ്ങനെ ഇരിക്കും. എത്ര നേരം ഇരിക്കണം ഇതൊന്ന് പഴുത്ത് വരണമെങ്കിൽ? ഇതൊന്ന് പഴുത്ത് വരണ എത്ര സമയം എടുക്കും? ഇങ്ങനെ ഇരുന്ന് പഴുത്തോളും. അതെടുത്ത് ഇവിടെ വെച്ചിട്ട് മറ്റേ കൂടെ കൊണ്ട് അടിക്കും അല്ലേ? വലിയ കൂടായിരിക്കും, ചെറിയ കൂടായിരിക്കും. ഇത് ഒറ്റ കൈ കൊണ്ട് അടിക്കാവുക. അതങ്ങനെ അത് 2 കൈ കൊണ്ട് വാങ്ങി അടിക്കാം. വലുത് 2. ഇത് കൊണ്ട് അടിക്കും കുഴപ്പമൊന്നുമില്ല. ഒന്നും പിടിച്ചു നോക്കട്ടെ. ഇത് റോക്കി ബായി എടുത്തു പോയാലും പൊക്കാൻ പറ്റാത്ത സാധനമാണ്. നമ്മൾ ഇത് എടുത്ത് വെച്ചിട്ട് അടിച്ചടിച്ചാണ് ഈ സാധനത്തിനെ ഇങ്ങനെ ലെവലാക്കുന്നത് അല്ലേ? ഓക്കെ അമ്മ സൂക്ഷിച്ച്. അതാണ് അധ്വാനത്തിന്റെ. അതെ അതെ, പണ്ടുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്വാനത്തിന്റെ വില അറിയണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരണം, ഇതുപോലെ യാത്ര ചെയ്യണം, നാടിനെ കാണണം.
നമ്മൾ വീട്ടിനകത്തിരുന്ന് മൊബൈൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ വളരെ കുറവാണ്. അതൊന്നും കാണില്ല, അങ്ങനെ കാണാനുള്ള ചിന്തകളൊന്നുമില്ല ആളുകൾക്ക്. സാധനം കുറച്ച് ആയിപ്പോയ പിന്നെ എനിക്ക് എന്തെങ്കിലും ഇതുപോലെയോ എന്ന് വിചാരിക്കും. അതുപോലെ പിന്നെ നമുക്ക് എന്തെങ്കിലും അറിയാം, ഇരുട്ടകളൊക്കെ പണി ചെയ്യാനും ഇതുപോലെ അടിക്കാനും ഇതിനും തുടങ്ങണം. അടിക്കണമുണ്ട്, അതിപ്പോഴും ഉണ്ട്. അതായത് ചത്തുമില്ല. അപ്പൊ ഉള്ള കാര്യം ഒളിച്ചു നോക്കിയുള്ള കാര്യം തുറന്നു പറയാം. അതിപ്പോഴും ഉണ്ട്, അതിന് കുറവൊന്നുമില്ല ഈ പ്രായത്തിലും. അതില്ലെങ്കിൽ പറ്റത്തില്ലെന്നുള്ള. ശരി ശരി. അപ്പൊ ഇതിപ്പോ കളർ മാറി വരുമോ? ഇപ്പൊ നിമിഷം കൊണ്ട് മാറും. നിമിഷം കൊണ്ട് അതിന്റെ ഒരു രൂപത്തിലേക്ക് എത്തും. അത് ഇരുമ്പ് അവിടെ ഇരുന്നുകൊണ്ട് പഴുത്ത് വരുന്നുണ്ട് അല്ലേ? ഇത് ഇനിയിപ്പോ ഇന്ന് കൊടുക്കാനുള്ള പണിയെടുത്തുള്ളൂ വല്ലതും ഉണ്ടോ? വെട്ടത്തിന്റെ പണി ഇത് ഇന്ന് കൊടുക്കാനുള്ള അല്ലേ? അത് ശരി. അപ്പൊ അത്യാവശ്യം എല്ലാ ദിവസവും ഇതിന് പണിയുണ്ട്. ഞായറാഴ്ച പണിയത്തില്ലേ? നമുക്ക് സമയമുള്ളപ്പോൾ നമുക്ക് ഇത് അടയ്ക്കാനും തുറക്കാനും ഷട്ടറൊന്നും ഇല്ലല്ലോ. നമ്മളുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല അല്ലേ? ഈ കരിയൊക്കെ പിന്നെ ഇത് ചിരട്ടക്കരിയാണ് ഇപ്പൊ. മുമ്പ് ആദ്യം തീരുന്നതനുസരിച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കും അല്ലേ? അപ്പൊ മുമ്പ് ആദ്യ കാലത്ത് പിന്നെ പറഞ്ഞിട്ട് കരിയായിരുന്നു അല്ലേ? അതായിരുന്നു. പിന്നെ മരക്കരി ഉപയോഗിക്കും. മരക്കരി തെറിച്ച് വീഴും. ചിരട്ടക്കരി ആകുമ്പോ കുഴപ്പമില്ല, നല്ല ചൂടുണ്ട്. ഇതിപ്പോ എന്തായി കാണും? ഇതുപോലെ ചൂടായി കാണുമോ? ഇത് ഇട്ടിട്ട് ചൂടായി കാണുമോ? നിറം മാറി അല്ലേ? എന്നെടുത്ത് ഇങ്ങോട്ടൊന്ന് വെച്ചോ. ഉണ്ടാ അത് പഴുത്ത് ആ പഴുത്ത് വന്ന സാധനത്തിന് ഇങ്ങനെ അടിച്ചടിച്ചാണ് അതിന് പരം വരുത്തുന്നത്. ആ ഭാഗത്ത് അതിന് ഷേപ്പ് മാറി മാറി വരുന്നുണ്ട്. ചുട്ട് പഴുത്തിരിക്കുന്ന ഇരുമ്പാണ്. ഇച്ചിരി എഴുമ്പ് കറുത്ത് വരും. അതെ, ചൂടടിച്ചാൽ വീണ്ടും ചൂടടിച്ചാലേ അടിക്കാൻ. അപ്പൊ ഇതാണ് ഇതിന്റെ പരിപാടി. ഇത് 10-80 വർഷത്തോളമായിട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കുന്ന മനുഷ്യൻ അല്ലേ? അല്ലാതെ നല്ലതല്ലേ? അധ്വാനിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതിനുള്ള ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നമ്മൾ ഇവിടെ അധ്വാനവും ഇല്ല, ആരോഗ്യവും ഇല്ല, അസുഖം മാത്രമേ ഉള്ളൂ. സ്വരൂപില്ല, അതില്ല. അതാര സഹോദരങ്ങളൊന്നും നമ്മളിപ്പോ ഒരു കയറിനെ പിടിക്കലും ആ കയറെ കൂടി വേറെ ഒരാളോട് സഹായിച്ചല്ലേ തൊട്ട് പോലും. അതെ അതെ, അതുപോലെ ആരും സഹായിക്കത്തില്ല. നമ്മൾ ഒറ്റയ്ക്കുണ്ടേ ഒറ്റയ്ക്കുണ്ട്. വന്നത് ഒറ്റയ്ക്ക് തന്നെ പോണെന്ന് ഒറ്റയ്ക്ക്. അതെ, ഇതിനിടയിൽ ആരൊക്കെ ഉണ്ട്? അത് ചിന്ത, എല്ലാ കാരണമൊന്നുമില്ല. അപ്പൊ അങ്ങനെ എന്തായാലും ഇത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി കേട്ടോ. ഇത് ഈ ആല എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം അങ്ങനെ കാണാനില്ല. ഈ വാസു ചേട്ടനെ പോലുള്ളവരുടെ കാലത്തിന് ശേഷം ഇതൊക്കെ അന്യം നിന്ന് പോകും. ഇതൊക്കെ പിന്നെ മെഷീനായിട്ട് കിട്ടുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷം ഞങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ. ഇനി ഇതുവഴി ഇനി എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ നമ്മൾ കാണും. അപ്പോൾ ഈ അധ്വാനിക്കുന്ന ഇവരുടെയൊക്കെ അതെ വരും. നമുക്ക് പിന്നെ ഈ വെട്ടത്തിയുടെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഭീകര സാധനങ്ങളാണ് ഇവിടെ. നമുക്കിതൊന്നും ആവശ്യമില്ല. ജോലി ചെയ്ത് അവരിപ്പോഴും ജീവിച്ചുകൊണ്ട് 85-ആം വയസ്സിലും അദ്ദേഹം അധ്വാനിക്കുന്നു. അതിന് പ്രത്യേകിച്ച് പരാതിയോ പരിഭവമൊന്നുമില്ല. അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. ഈ ചൂടും ഈ കനലും, ഈ കനൽ എരിയുന്ന കനൽ പോലെ, ചുട്ടുപഴുത്ത ഇരുമ്പ് പോലെ അവരുടെ ജീവിതം മുന്നോട്ട് നമുക്ക് നടക്കണം.